ഇതൊരു പല്ലിക്കഥയാണ്. ഇന്നലെ രാത്രി സോഫയിൽ നിന്ന് ടി വി കണ്ടെടുക്കുമ്പോൾ അതിഥി പറഞ്ഞു സോഫേൻ്റെ അടുക്കൽ എന്തോ ഉണ്ട്. സംഭവം ഒരു കുട്ടിപ്പല്ലിയാണെന്നാണ് അവളുടെ പ്രാഥമിക നിഗമനം. പക്ഷേ ഞാനത് വിശ്വസിച്ചോ? എവിടെ? കുറെ തട്ടിയിട്ട് മുട്ടിയിട്ടൊന്നും സാധനം പുറത്തിരുന്ന കാണുന്നില്ല. അവസാനം ഞാൻ ചെറിയൊരു അനക്കം കണ്ട്. അതിന്റെ അനക്കം കണ്ടിട്ട് എന്നോട് ഞാൻ തന്നെ പറഞ്ഞു, അത് പല്ലിയൊന്നുമല്ല, അത് പാമ്പാ. ഏത്? കുട്ടിപ്പാമ്പേ. പിന്നെ അതിന് ശ്വാസം മുട്ടിയാലോന്ന് വിചാരിച്ച് സോഫേന്റെ കുഷ്യൻസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുത്ത്. എൻ്റെ മനസ്സിൽ പാമ്പാ തന്നെ ഉള്ളതുകൊണ്ട് ഞാൻ നീക്കാൻ നിന്നിട്ടില്ല. ടോർച്ച് അടിച്ച് നോക്കിയിട്ടും ഇനി ഇത് വരുമ്പോൾ വരട്ടെന്ന് പറഞ്ഞ് ഞാനും അതിനും പോയി സോഫയായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞാൽ എടുക്കുന്ന ഒരാളിങ്ങനെ കീഞ്ഞ് വരുന്നു. ആരാ? ഞാൻ തോറ്റുവരിക്കുന്നു ഗൈസ്. അതൊരു കുട്ടിപ്പല്ല് തന്നെയായിരുന്നു. ചെറുതായൊരടിയവൻ പിൻവലിച്ചു. പക്ഷേ അതിസാഹസികമായി അവൻ പുറത്തിറങ്ങി. നോക്കാൻ പോന്ന് അനക്ക് തന്നെ എന്നോട് പുച്ഛം തോന്നി. എപ്പാന്നറിയോ? ഈ കുഞ്ഞു സാധനത്തിനെയാണല്ലോ ഞാൻ പാമ്പും കുട്ടിയാന്നും പറഞ്ഞ് തെറ്റിദ്ധരിച്ചെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അവൻ തിരിച്ചു അവൻ്റെ മടലേക്ക് കയറാൻ ശ്രമം നടത്തി. പക്ഷേ ആ ശ്രമം പൂർണ്ണമായും ഒരു പരാജയമായിരുന്നു. ഇനിയും ഇങ്ങനെയുള്ള ശ്രമങ്ങൾക്ക് സാക്ഷ്യം വഹിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനവിടെ ഒരു ടിഷ്യൂ പേപ്പറിലും കുത്തിക്കയറ്റി വെച്ച്. എന്നിട്ട് സെറ്റ് എന്നും പറഞ്ഞ് തിരിഞ്ഞടക്കാൻ നോക്കുമ്പോൾ ഓർമ്മിച്ച് ഒരു സോഫയ്ക്ക് 3 കോണ്ടല്ലോ. 3 ടിഷ്യൂ പേപ്പർ കുത്തിക്കയറ്റാൻ നോക്കി എന്നോട് എൻ്റെ എച്ചിയായ അനുജത്തി പറഞ്ഞു, ടിഷ്യൂ പേപ്പറിന് വില കൂടുതലായി എച്ചി. അങ്ങനെ ഓളെന്നെ 2-3 കഷ്ണം പേപ്പർ കുത്തിക്കയറ്റി വെച്ച്. ഈശ്വരാ, ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാത്ത എല്ലാവരുടെ സോഫയുടെ അടുക്കൽ ഇതുപോലെ പല്ല് വന്നിട്ട് അവിടെ ആ പല്ലുകൾ